कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरसार्धूला कर्तव्यं दैवमाह्निकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु. സുപ്രഭാതം. അപ്പൊ നമുക്ക് ഒരു ചൂട് കാപ്പി തന്നെ തുടങ്ങാം അല്ലേ? ചൂടാണ്, അപ്പൊ അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, February 10th നമ്മുടെ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഇന്ന് 6 വർഷം തികയാണ്. ശരിക്കും ഗ്രൂപ്പ് തുടങ്ങാൻ നേരത്ത് ഒട്ടും ആക്റ്റീവ് അല്ലാത്ത മെമ്പേഴ്സിന്റെ പേര് ചോദിച്ചാൽ ഉറപ്പായിട്ടും അതിലൊരാൾ ഞാനായിരിക്കും. കാരണം അന്നൊക്കെ ആഴ്ചകൾ കൂടുമ്പോൾ മാത്രമേ ഞാൻ ഈ ഗ്രൂപ്പ് തുറന്നു നോക്കാറുള്ളൂ. പക്ഷെ ഇന്ന് മണിക്കൂറുകൾ ഇടപെട്ട് ഞാൻ ഈ ഗ്രൂപ്പ് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അത്രയും നോക്കാത്ത ഒരാളിൽ നിന്ന് ഇത്രയും നോക്കുന്ന ഒരാളായി ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ എത്ര ഇൻട്രസ്റ്റിങ്ങും എത്ര റിലാക്സിങ്ങും ആയിരിക്കും ഗ്രൂപ്പ് അല്ലേ? ഇതൊക്കെ ഞാൻ പറഞ്ഞാലും എല്ലാ ദിവസവും ഗ്രൂപ്പ് ആക്റ്റീവ് ഒന്നും അല്ല കേട്ടോ. ചില ദിവസം ഒറ്റ ആൾ പോലും ഗ്രൂപ്പിൽ വരില്ല, എന്നാലും വരുന്ന ദിവസം രസമായിരിക്കും. പിന്നെ അതുപോലെ ചില സമയത്ത് നമ്മുടെ ഗ്രൂപ്പിലെ മെസ്സേജ് കണ്ടാൽ നമ്മൾ ഓർക്കും, ഓ ദൈവമേ എല്ലാവരും ഭയങ്കര ബുദ്ധിജീവികളാണല്ലോ എന്ന്. എന്നാൽ ചില സമയത്ത് മെസ്സേജ് കാണുമ്പോൾ നമ്മൾ ഓർക്കും, ദൈവമേ എല്ലാ മണ്ടന്മാരും കൂടി ഈ ഗ്രൂപ്പിൽ തന്നെ വന്നു പെട്ടല്ലോ എന്ന്. അത്രയും സെൻസ് ഇല്ലാത്ത മെസ്സേജുകൾ അയക്കുകയും ചെയ്യും, വായിക്കുന്ന ആൾക്കാരുടെ സെൻസ് ഇട്ട് കളയുകയും ചെയ്യും. പക്ഷെ അതാണ് ഈ ഗ്രൂപ്പിന്റെ രസം. നമുക്ക് ഭയങ്കര ടൈം പാസ് ആണ്. എന്താ പറയാ, ചെറിയ ചെറിയ ചാറ്റുകൾ, വലിയ വലിയ സന്തോഷങ്ങൾ. അതാണ് ഈ ഗ്രൂപ്പിനെ കുറിച്ച് എന്റെ ഒരു അഭിപ്രായം. ഇനി നമ്മുടെ കൂട്ടുകാരുടെ അഭിപ്രായം എന്താന്ന് നോക്കിയാലോ? ഈ ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഗ്രൂപ്പാണ് നമ്മളെ എല്ലാവരെയും ഒരു 23 വർഷത്തിന് ശേഷം ഒന്നിപ്പിച്ചത്. ഈ ഗ്രൂപ്പ് ശരിക്കും പറഞ്ഞ ഒരു പോയട്രി പോലെയാണ്. നമ്മുടെ എല്ലാവരുടെയും സ്കൂൾ മെമ്മറീസ് എഴുതി വെച്ചിരിക്കുന്ന ഒരു പോയട്രി. ഈ ഗ്രൂപ്പിൽ വന്ന കുറച്ചു നേരം ചാറ്റ് ചെയ്യുന്നതൊക്കെ വളരെ ഒരു റിലാക്സേഷൻ ആണല്ലോ. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആക്ച്വലി നമ്മളിങ്ങനെ കുറേ റെസ്പോൺസിബിലിറ്റീസും ലൈഫിൽ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബിസിയാണ്. നമ്മൾ ഭയങ്കര മച്ചുവേർഡാണ്, നമ്മൾ ഭയങ്കര പ്രായമായ പോലെ തോന്നും. പക്ഷേ ഈ ഗ്രൂപ്പിൽ വരുമ്പോൾ നമ്മുടെ സമപ്രായക്കാർ, നമ്മുടെ കൂടെ പഠിച്ച കുട്ടികൾ, അവരുമായിട്ടുള്ള ഡിസ്കഷൻ എല്ലാം കൂടെ ആകുമ്പോൾ നമ്മൾ ശരിക്കും യങ്ങായ പോലെ തോന്നും. ഐ എം സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഗ്രൂപ്പ്. ബാക്ക് ടു സ്കൂൾ ലൈഫ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് അറിയാം? നമുക്ക് നഷ്ടപ്പെട്ടു പോകാമായിരുന്ന കുറേ സുഹൃത്ത് ബന്ധങ്ങളെ തിരികെ കൊണ്ടുവരാൻ ഈ ഗ്രൂപ്പിലൂടെ സാധിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ പ്രീ ഡിഗ്രി പഠിച്ചതെന്ന്, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിച്ചതെന്ന്, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ച എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുമ്പോഴും 10ാം ക്ലാസ് മാത്രം ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ല. ഞാൻ ചിന്തിച്ചു, ഇനി ഒരിക്കലും അത് സാധ്യമല്ല. എന്നാൽ വർഷങ്ങൾക്ക് ഇപ്പുറം ബാക്ക് ടു സ്കൂൾ ലൈഫിലൂടെ ലഭിച്ചത് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ നിങ്ങൾ ഓരോരുത്തരെയാണ്. നമ്മൾ നഷ്ടപ്പെട്ടു പോയി എന്ന് ഉറച്ചു വിശ്വസിച്ചിട്ട് പിന്നീട് അത് ലഭിക്കുമ്പോൾ അത് നൽകുന്ന സന്തോഷം ഏറ്റവും കൂടുതലാണ്. അതാണ് ബാക്ക് ടു സ്കൂൾ ലൈഫിലൂടെ ഞാൻ അനുഭവിക്കുന്നത്. താങ്ക് യു. അങ്ങനെ വീണ്ടും ഒരു വർഷത്തെ മെമ്മറീസ് കൂടി കൂട്ടിവെച്ച് നമ്മുടെ സ്കൂൾ ഗ്രൂപ്പ് മുമ്പോട്ട്. കുട്ടിത്തം വിട്ടുമാറാത്ത ഒരു പറ്റം കൂട്ടുകാരുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ ഈ സ്കൂൾ ഗ്രൂപ്പ്. നമ്മൾ എപ്പോഴും കുട്ടിയാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ്. ഇനിയും കുറേ വർഷങ്ങൾ നമ്മുടെ സ്കൂൾ ഗ്രൂപ്പ്, ഈ കൂട്ടായ്മ ഇങ്ങനെ തുടർന്ന് പോട്ടെ എന്ന് ആശംസിക്കുന്നു. വല്ലതൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കുന്ന ഒരു അടിപൊളി സ്കൂൾ വാട്സാപ്പ് ഗ്രൂപ്പ് ബാക്ക് ടു യുവർ സ്കൂൾ ലൈഫ്. ഞാൻ ഈ ബാക്ക് ടു സ്കൂൾ ഗ്രൂപ്പിൽ അത്ര ഒന്നും ആക്റ്റീവ് അല്ലെങ്കിലും പക്ഷേ എല്ലാ ദിവസവും അതിൻ്റെ കണ്ടൻറ് എന്താണെന്ന് നോക്കാനും ഒന്ന് പുഞ്ചിരിക്കാനും മറക്കാറില്ല കേട്ടോ. അപ്പോൾ ഈ ഗ്രൂപ്പിനെ ഏറ്റവും നന്നായി ആക്റ്റീവ് ആയിക്കൊണ്ട് നടക്കുന്ന എല്ലാവർക്കും എൻ്റെ വക ഒരു തംസ് അപ്പ് ആൻഡ് കീപ് റോക്കിംഗ് ഗൈസ്. Hi, happy anniversary. For me, this group is very funny, electric, dynamic, and what all I can say, it's cool. 2020 നമ്മുടെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 20-25 ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ സംസാരിക്കാനുണ്ടായിരുന്നു. അന്നൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നീട് അത് ഗ്രാജുവലി കുറഞ്ഞു വന്ന് ഇപ്പോൾ 25-26 ഒക്കെ ആയപ്പോൾ സത്യം പറഞ്ഞാൽ അത്ര ഇൻട്രസ്റ്റിംഗ് ഒന്നുമല്ല. പണ്ടത്തെ പോലെ എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ബാക്ക് ടു അവർ സ്കൂൾ ലൈഫ് എന്ന നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ്
ഇതിൻ്റെ തുടക്കം മുതൽ വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 6 വർഷം പിന്നിടുകയാണ്. എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി നമ്മുടെ കലാവാസനകളും നമ്മുടെ പേഴ്സണൽ ഇവൻറ്റ്സ് എല്ലാം സെലിബ്രേറ്റ് ചെയ്യാനും എല്ലാവരുടെയും വിശേഷങ്ങൾ അറിയാനും എല്ലാം നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിലെ തമാശകളും അടികൂടലുകളും എല്ലാം നമ്മുടെ പഴയ സ്കൂൾ ലൈഫിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഫീലിംഗ്, അതൊരു എപ്പോഴും മനസ്സിനൊരു സുഖം നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ ആ സമയത്ത് ഒരുപാട് അധികം ഇൻട്രാക്ഷൻസ് ഇല്ലാത്ത ആൾക്കാർ പോലും ഇപ്പോൾ വളരെയധികം നല്ല ഒരു കോണ്ടാക്റ്റിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ച് നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ഗ്രൂപ്പ് ഗെറ്റ് ടുഗദറും സ്കൂൾ ഗെറ്റ് ടുഗദറും എല്ലാം നടത്താനായിട്ട് നമുക്ക് ഈ ഗ്രൂപ്പിൻ്റെ എഫക്റ്റീവ് കോർഡിനേഷൻ കൊണ്ട് സാധിച്ചു. അപ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. എല്ലാം അടിപൊളിയാണ്, സൂപ്പറാണ്. നമ്മുടെ എല്ലാവരുടെയും കഴിവുകളും എല്ലാവരുടെയും പ്രോത്സാഹനങ്ങളും നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. താങ്ക് യു. ഈ കൂട്ടായ്മയ്ക്ക് ഇന്ന് 1 വയസ്സ് കൂടി. എല്ലാവർക്കും ഇതിലൊരു സ്ഥാനമുണ്ട്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും സ്നേഹം മാറില്ല. ഹാപ്പി 6th ആനിവേഴ്സറി ടു അവർ ഗ്രൂപ്പ്. ആൻഡ് എന്താ പറയുക, നല്ലൊരു ഗ്രൂപ്പല്ലേ ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ, എല്ലാവരും നല്ല ആക്റ്റീവ് ആവട്ടെ. എനിവേ, വൺസ് അഗൈൻ ഹാപ്പി ആനിവേഴ്സറി ടു അസ്. നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് 1 വയസ്സും കൂടെ കൂടി. പക്ഷെ നമുക്കോ നെവർ. എന്നും സ്വീറ്റ് 16 ആയി കഴിയാവുന്ന ഒരേ ഒരു ഗ്രൂപ്പ് നമുക്ക് ഈ ബാക്ക് ടു ആ സ്കൂൾ ലൈഫ് അല്ലേ. എനിക്കെങ്ങനെയാണ്, നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ആയിരിക്കും എന്നെനിക്ക് ഉറപ്പാണ്. ശരിക്കും നമ്മളിവിടെ കൊച്ചു കുട്ടികളായി മാറാറുണ്ട്. കുറേ ഫൺ, കുറച്ച് അടി, കുറേ സ്നേഹം, എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഹാപ്പൻസ് അറ്റ്ലീസ്റ്റ് കൺസിസ്റ്റൻ്റ്ലി വേറെ ഗ്രൂപ്പുകളിൽ. എനിക്കറിയില്ല, ബട്ട് ഫോർ മീ ദിസ് ഗ്രൂപ്പ് ഇസ് വെരി ഡിയർ. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ നമ്മുടെ ഗ്രൂപ്പ് ഡള്ളാവും. അപ്പോൾ ഒരു ഡൾ നൈറ്റിൻ്റെ ബ്രൈറ്റ് മോർണിംഗ് ആക്കുന്ന പോലെ ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലും ഒരു സ്പാർക്ക് ഇടും. ആൻഡ് ദ ബ്യൂട്ടി ഈസ് ഒരു 8-10 പേരെങ്കിലും വന്ന് അതിനെ ഒന്ന് എൻകറേജ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യും. ആൻഡ് ദാറ്റ്സ് ഇനഫ്. ആൻഡ് ദാറ്റ്സ് വാട്ട് കീപ്സ് അവർ ഗ്രൂപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ. സോ ആസ് വി സ്റ്റെപ്പ് ഇൻ ടു ദ നെക്സ്റ്റ് ഇയർ, ജസ്റ്റ് ഹോപ്പിംഗ് ദാറ്റ് ഈ സ്നേഹം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ പറ്റട്ടെ, ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ആക്റ്റീവായി ഇങ്ങനെ തുടരാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ആൻഡ് തീർന്നില്ല, നമ്മുടെ സെലിബ്രേഷൻസ് തുടർന്നുകൊണ്ടേയിരിക്കും. വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോഴേ എല്ലാവർക്കും എന്താ ഇത്ര തിരക്ക്? ഒന്ന് പല്ലൊക്കെ കാണിച്ചിരിക്കും മാഷേ. पल पल हर पल हर पल कैसे कटेगा पल हर पल हर पल 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 हर पल कैसे कटेगा पल हर पल दिल 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 में मची है मची है हलचल 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 कैसे कटेगा पल हर पल कैसे कटेगा पल हर पल 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 हर पल कैसे कटेगा पल हर पल हाँ 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 ला 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 ला. Happy 6th anniversary. Happy 6th anniversary. Happy 6th anniversary. Happy 6th anniversary to you all. Happy 6th anniversary to us. Happy 6th beautiful anniversary to this group. Thank you. Happy 6th anniversary. 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 Happy 6th anniversary, guys. Happy 6th anniversary for our WhatsApp group. Happy 6th anniversary. Happy 6th anniversary.